തോൽവി എന്നുള്ളത് വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് എന്നുള്ളത് പല സ്ഥലങ്ങളിലും നമ്മൾ വായിച്ചിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. പല ആളുകളും പറയുന്ന ഒരു ടോക്കാണ്, കോമൺ ആയിട്ട് പറയുന്ന ഒരു ടോക്കാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ പറയും എന്നുണ്ടെങ്കിലും, നമ്മൾ കേട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിലും, ഇതൊക്കെ നമ്മളെ ലൈഫിൽ വരുമ്പോൾ അതൊന്ന് പ്രാക്ടിക്കൽ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് പ്രാക്ടിക്കലായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. അതിനുള്ള കുറച്ചൊരു സിമ്പിൾ ഉദാഹരണങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമുക്കറിയാം, നമ്മളെ ലൈഫിൽ നമ്മൾക്ക് പറ്റൂല, എന്ത് കാര്യം നമുക്ക് പറ്റൂല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് പിന്നെ അത് പറ്റൂല, അത് വേറെ കാര്യം. പക്ഷെ നമുക്ക് വേണം എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് സക്സസ്സിൽ എത്തും എന്നുള്ളത് തന്നെയാണ് അതിന്റെ സത്യം. പിന്നെ ഈ ഒരു പരാജയത്തിന്റെ കാര്യം, നമ്മൾ എന്തിലെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ പരാജയത്തിനെ അതിജീവിച്ച് അത് എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ള മിസ്റ്റേക്ക് ആദ്യം നമ്മൾ മനസ്സിലാക്കി ആ തെറ്റിനെ തിരുത്താൻ ശ്രമിച്ച് അതിനെ ഒന്നുകൂടെ ബെറ്റർ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് വിജയത്തിലേക്ക് എത്തും എന്നുള്ളതാണ്. അത് ആദ്യം ചെയ്തതിനെക്കാട്ടിലും കൂടുതൽ സക്സസ് ആയിട്ട് നമ്മൾ അതിലേക്ക് എത്തും എന്നുള്ളതാണ്. ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് ആരും കുക്കിംഗ് ഒന്നും പഠിച്ചിട്ടല്ല ആരും വരുന്നത്. ഇതിനുള്ള കോഴ്സ് നമ്മൾ ചെയ്തിട്ടൊന്നുമല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, നല്ലൊരു ബെസ്റ്റ് കുക്കറായിട്ട് മാറുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഇത് എവിടെ നിന്നാണ് പഠിച്ചെടുത്തിട്ടുള്ളത്? ഇവിടെ നമുക്കറിയാം, നമ്മൾ കല്യാണം കഴിയുന്നതോട് കൂടിയിട്ട് എല്ലാവരും ഇതിൻ്റെ പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് വരികയാണ് എന്നുള്ളതാണ്. കാരണം അവിടെ നമ്മളൊരു നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമായി മാറുകയാണ് എന്ത് ഈ ഒരു കുക്കിംഗ് എന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചായ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ പൊടി കൂടിയിട്ടുണ്ടാവാം, മധുരം കൂടിയിട്ടുണ്ടാവും, ചിലപ്പോൾ പാല് കുറഞ്ഞു, ഇങ്ങനെയൊക്കെ പല മിസ്റ്റേക്കുകളും എല്ലാവരുടെ ലൈഫിലും ഉണ്ടായിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ഒരു കറി ഉണ്ടാക്കുമ്പോൾ എല്ലാത്തിനും പാകപ്പേരുകളൊക്കെ വന്നിട്ടുണ്ടാവും, സ്വാഭാവികം. പക്ഷേ അന്ന് നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത്, അങ്ങനെ ഒരു തെറ്റ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എന്താണ് നമുക്ക് സംഭവിച്ചത് എന്നുള്ള തെറ്റ് നമ്മൾ മനസ്സിലാക്കി വെക്കും. കാരണം നാളെ നമുക്കിത് ചെയ്യാനുള്ള കാര്യം തന്നെയാണ്, ഇത് നമ്മൾ പഠിച്ചെടുത്തേ മതിയാവുള്ളൂ എന്നുള്ള ഒരു ബോധം നമുക്കുണ്ട്. ഈ ഒരു ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിന് കൊടുക്കും. അപ്പോൾ നമ്മൾ തന്നെ നമുക്ക് സെൽഫായിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യമാണ് എന്ത്, കുക്കിംഗ് എന്നുള്ളത് ഞാൻ പഠിച്ചേ മതിയാവുള്ളൂ, ഞാനിവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇത് എനിക്ക് പഠിച്ചേ മതിയാവുള്ളൂ ജീവിച്ച് പോകണമെങ്കിൽ എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ പലതും പഠിച്ചെടുക്കാൻ ശ്രമിക്കൂലേ, ആ തെറ്റുകളെ തിരുത്തി അത് ബെസ്റ്റ് ആക്കാൻ നമ്മൾ ശ്രമിക്കും. പിന്നെ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് എല്ലാ രീതിയിലും പാചകം ചെയ്യാൻ പറ്റിയ ഒരു രീതിയിൽ നമ്മൾ എത്തും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഏതൊരു സാധാരണക്കാരനായിട്ടുള്ള, ഇതിന് വലിയൊരു ക്വാളിഫിക്കേഷനോ കാര്യങ്ങളോ ഏതൊരു സാധാരണക്കാരായിട്ടുള്ള ആൾക്കും ഇത് പറ്റുന്നുണ്ടെങ്കിൽ, കുക്കിംഗ് എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. ഒരു ബെസ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ഇല്ലാതെ കുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ ഒരുപാട് സ്കില്ലുകളുണ്ട്. ഏത് സാധാരണക്കാരനും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമുക്കൊക്കെ ഒരുപാട് സ്കില്ലുകളുണ്ട്. ഏത് പരാജയത്തൊന്നും നമുക്ക് പിടിച്ചു കയറാൻ പറ്റും എന്ന് നിങ്ങൾക്ക് സെൽഫായിട്ട് വിശ്വസിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അത് ഉള്ള കാര്യമാണല്ലോ, നിങ്ങൾ അതൊന്നൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് വന്നിട്ടുണ്ടല്ലോ. ഈ ഒരു കാര്യം തന്നെ നമ്മൾ കുട്ടികളിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിലും വലിയ ആളുകളിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിലും, ഇനിയിപ്പോൾ ഇവിടെ സ്ത്രീയെന്നോ പുരുഷനോ എന്നുള്ള വ്യത്യാസമില്ല, ഞാൻ ജസ്റ്റ് ആ ഒരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ, എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നുള്ളൂ. ഇതുപോലെ തന്നെയാണ് എല്ലാവർക്കും. നമ്മൾ തോറ്റ് പഠിക്കണം. ആ തോൽക്കുമ്പോൾ നമുക്കറിയാം എന്താണ് ആ തോൽക്കാനുള്ള കാരണം, എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ പരാജയപ്പെട്ടത് എന്നുള്ള ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഒന്ന് ശരിയിലേക്ക് എത്തിച്ച് നമ്മളെടുത്തുള്ള തെറ്റിനെ, ആ മിസ്റ്റേക്കിനെ നമ്മൾ എന്ത് ചെയ്യും, കറക്റ്റ് ചെയ്തിട്ട് നമ്മളെ വീണ്ടും വിജയിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ എന്ത് ചെയ്യാണ്, ഇമ്പ്രൂവ് ചെയ്യാണ്, നമ്മളെ സെൽഫായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ട് നമ്മൾ ആ കാര്യത്തിനെ കുറിച്ച് കൂടുതൽ പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബെറ്റർ ആയിക്കൊണ്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, അവിടെ വിജയിക്കും എന്നുള്ളതാണ്. വീടതിലും കൂടുതൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് നമ്മൾ അതിലേക്ക് തിരിച്ചു വരും, നമ്മൾ ആ ഒരു വിജയത്തിലേക്ക് എത്തും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, തോൽവി എന്നത് വിജയത്തിലേക്കുള്ള ഒരു കാൽവെപ്പാണ് എന്ന് പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പരാജയപ്പെടുമ്പോൾ എനിക്ക് മാത്രം പഠിച്ചോ ഇങ്ങനെ പരാജയം തന്നല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെടാതിരിക്കുക. അത് നമ്മളെ കൂടുതൽ പഠിച്ച പരീക്ഷണങ്ങൾ തരികയാണ്, കൂടുതൽ ശക്തിയിൽ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഇങ്ങനൊരു പരാജയം വന്നിട്ടുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കും, സങ്കടങ്ങൾ എപ്പോഴും, സങ്കടം എന്നുള്ളത് നമ്മളെ ഒരു കൂട്ടുകാരനെ എന്ന് വേണമെങ്കിൽ പറയാല്ലേ. നമ്മളൊരു പാട്ടിൽ പറയുന്നുണ്ട്, സുഖമോ വിരുന്നുകാരൻ, ദുഃഖമോ നമ്മളെ കൂടെ പറപ്പ് എന്നുള്ളത് പറയലുണ്ട്. ശരിയാണ്, നമുക്ക് സന്തോഷം എന്നുള്ളത് ഒരു വിരുന്നുകാരനെ പോലെയാണ്, അത് വരും പോകും. അതേ സമയത്ത് ദുഃഖം എന്നുള്ളത് നമ്മളെ കൂടെ പുറപ്പാണ്, നമുക്ക് ഒന്നല്ലെങ്കിൽ ഒന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് നമ്മളെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷെ ഇതൊക്കെ നമ്മൾ ഉൾക്കൊണ്ടിട്ട് നമ്മൾ അതിനെ അതിജീവിക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഈ സങ്കടത്തിനൊക്കെ നമുക്കതിനെ അതിജീവിച്ച് മുന്നോട്ട് പോവാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രശ്നങ്ങളും ലൈഫിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. സുഖം എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, അത് താൽക്കാലികമായിട്ട് നമ്മളെടുത്ത് വരുന്ന പോകുന്ന ഒരു വിരുന്നുകാരനാണ്, നമ്മളെ കൂടപ്പുറപ്പാരാണ്, സങ്കടങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിനെ കൂട്ടിപ്പിടിച്ചിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഡിപ്രഷനോ കാര്യങ്ങളോ ഒന്നും വരില്ല, മാനസികമായിട്ട് നമ്മൾ തളരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും, പ്രശ്നങ്ങളില്ലാത്ത ആളുകൾ ഉണ്ടാവില്ല. നമുക്ക് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് തോന്നുമല്ലോ, അത് വെറും ഒരു തോന്നലാണ് കേട്ടോ.
അത് അവർക്കും എല്ലാ ആളുകൾക്കും അവരുടേതായിട്ടുള്ള വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് തന്നിട്ടുള്ള കുറവുകൾ അതിൽ അതിനെക്കാട്ടിലും നമുക്ക് തന്നിട്ടുള്ള ഗുണങ്ങളെ കുറിച്ചിട്ട് അനുഗ്രഹങ്ങളെ കുറിച്ചിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്ന കുറവുകളൊന്നുമല്ല. ഇതിനെയൊക്കെ നിങ്ങൾ അതിജീവിക്കാൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് മുന്നേറാൻ പറ്റും. ഈ ഒരു വേൾഡ് തന്നെ ഫസ്റ്റ് ആവാൻ നിങ്ങൾക്ക് പറ്റും. ഞാൻ തന്നെയാണ് ബെസ്റ്റ് ചെയ്യുന്നുള്ളത് നമ്മൾ സ്വയം അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. എനിക്ക് തന്നെ കുറച്ചവനെ എല്ലാ അനുഗ്രഹങ്ങളും തന്നിട്ടുണ്ട്, അനുഗ്രഹിച്ച് എന്ന് വിട്ടിട്ടുണ്ട് എന്ന് നമ്മൾ സ്വയം അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ പരാജയം എന്ന വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. അപ്പോൾ ആ പരാജയത്തിന് നമ്മൾ എന്ത് ചെയ്യരുത്, പരാജയം വന്നതിൻ്റെ പേരിൽ മാറി നിന്ന് ഇത് എനിക്ക് പറ്റുന്നൊരു സംഭവമല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. കാരണം അത് നിങ്ങളെ ഏറ്റവും ഒരു ടോപ്പിൽ എത്തിക്കാനുള്ള ഒരു പരീക്ഷണം മാത്രമാണ് പഠിച്ചത്. അപ്പോൾ ആ പരീക്ഷണങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഞാനിവിടെ തോറ്റു കൊടുക്കൂല എന്ന് വിചാരിച്ച് നിങ്ങൾ അതിനെ അതിജീവിച്ച് മുന്നേറാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നമുക്ക് എല്ലാവർക്കും അതിന് പറ്റട്ടെ. ഒരു പരാജയത്തിലും വീഴാതെ അതിനൊക്കെ അതിജീവിക്കാനുള്ള ഒരു മനക്കരുത്ത് നമുക്ക് എല്ലാവരും പഠിച്ചു തരട്ടെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആ ഒരു ബെല്ലൈക്കണും കൂടെ അമർത്തുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോസുകളൊക്കെ കിട്ടും. വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ അതാണ് നമ്മളൊരു എനർജി എന്ന് പറയുന്നത്. നിങ്ങൾ കമൻസ് ഇടുമ്പോൾ നമുക്കതിന് പ്രതികരിക്കാനുള്ളൊരു ഇതൊരു മൈൻഡ് സെറ്റ് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.